കാർത്തികപ്പള്ളിയിലാണ് പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. അല്ല, ആ വിഷയം കഴിഞ്ഞു പോയ വിഷയം നിങ്ങളെല്ലാം കൂടെ നിന്ന് കഴിയുമ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ കയറി വരുന്നത് അതേപോലെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തു വന്നാൽ ഈ വിഷയങ്ങളൊക്കെ രണ്ട് മക്കളും പഠിച്ചോ. അതിനുശേഷം മതിയാവോളം നമ്മൾ നടത്തിയില്ല. ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ മതിയാവോളം നോക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. മനസ്സിലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യും. ഞങ്ങളുടെ യൂണിയനായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ യൂണിയനായിരുന്നു. ഈ ഒച്ചയെടുക്കാനുള്ളതിന്റെ 100% ആർജവം ഉണ്ടായിരുന്നു എങ്കിൽ ഈ കെട്ടിടത്തിൽ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടി വരില്ല. കെട്ടിടം തകർന്നു വീണത് അവധി ദിവസമായതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. ആരാണ് വിഷ്ണു ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്? ഇത്രയധികം ശക്തമായി ഒച്ചയും ബഹളവും ഉണ്ടാക്കി മാധ്യമങ്ങളെ പ്രതിരോധിക്കുന്നവർ ആരൊക്കെയാണ്? മോദി, ഇപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ ഭരണസമിതിയിലുള്ള ആ ഒരു UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. സ്കൂളിരിക്കുന്ന ആ കെട്ടിടം നിലനിൽക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അതിന്റെ പ്രതിനിധികളാണ് ഇപ്പോൾ വന്ന് മാധ്യമങ്ങളെ പുറത്ത് കടത്തണമെന്ന ആവശ്യവുമായി ഇപ്പോൾ വലിയ രീതിയിൽ രോക്ഷം കൊള്ളുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ഒരു ഇടതുപക്ഷ ഇവിടെ ഇരിക്കുന്ന വാർഡിന്റെ ഇടതുപക്ഷ മെമ്പർ മാധ്യമങ്ങൾ പുറത്ത് കടക്കണമെന്ന ആവശ്യവുമായി വന്നിരുന്നു. അത് പിന്നീട് നടന്നു. അതിനുശേഷം ഇപ്പോൾ ധാരാളമായിട്ടുള്ള UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് മനസ്സിലാക്കുന്ന അവർ ഇവിടേക്ക് സംഘടിച്ചെത്തി ഗേറ്റിന് വെളിയിൽ എത്തി പുറത്ത് മറ്റൊരു ആവശ്യത്തിന് പോയ ഒരു മാധ്യമ പ്രവർത്തകനെ അകത്തോട്ട് കയറ്റാതെ തടഞ്ഞു വയ്ക്കുകയും മാധ്യമങ്ങളെല്ലാം പുറത്തു പോകണം എന്ന ആവശ്യവുമായി ഇവർ സംഘടിച്ചെത്തി വലിയ രീതിയിൽ രോക്ഷം കൊള്ളുകയായിരുന്നു. ഇപ്പോൾ പോലീസ് എത്തിയാണ് ഈ ഒരു സംഭവം ഏകദേശം ഒന്ന് അനുനയിപ്പിച്ച് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്, പിരിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അവരുടെ ആവശ്യം ഇത്തരത്തിൽ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ്, ഞങ്ങൾ അറിയാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല, പക്ഷേ നിങ്ങൾ എന്താണോ വന്ന് പറയുന്നത്, നിങ്ങളാണോ ഇത് വന്ന് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ച് രോക്ഷം കൊള്ളുന്നത്. നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല, പുറത്തു പോകണം എന്നുള്ളൊരു കർശനമായിട്ടുള്ള തരത്തിൽ അവരുടെ ഒരു വാശിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉണ്ടായ ആളുകളൊക്കെ തന്നെയാണ് ഇവരുള്ളത്. ഇന്നിപ്പോൾ വന്നിട്ട് ഇത്തരം അത് മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുന്നില്ലെങ്കിൽ ഒരു നാണക്കേടായി എന്നുള്ള തരത്തിൽ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വേണം ഇത്തരം പ്രവൃത്തി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഏതായാലും ഈ കുട്ടികളെ ഇത്രയും കാലം പഠിച്ചത് ഒരു വർഷത്തോളമായി പണി തീർന്ന ഒരു കെട്ടിടമുണ്ട്. അതിന് പുറമേ തന്നെ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടം, 102 വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. കെട്ടിടം തകർന്നു വീണു, കെട്ടിടത്തിന് പഴക്കമുണ്ട് എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. എന്നാൽ പോലും ഇത്രയും പഴക്കമുള്ള കെട്ടിടത്തിൽ ആ കുട്ടികളെ അവിടെ ഇരുത്തി പഠിപ്പിക്കുകയും ഇതിനോടൊപ്പം തന്നെ പണി പൂർത്തിയായ ഒരു കെട്ടിടം നിലനിൽക്കെ തന്നെ ആ കുട്ടികളെ അവിടെ ഇരുത്തി പഠിപ്പിക്കുന്ന ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ഒരു രോക്ഷം കൊള്ളലാണ് ഇപ്പോൾ ഈ ജനപ്രതിനിധികൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഇവിടേക്ക് എത്തി ഈ നടത്തുന്നത്. ബോധമുണ്ടായിരുന്നു എങ്കിൽ, അത്തരത്തിൽ കടന്നു ചിന്തിക്കാനുള്ള ചിന്താശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരിൽ ഒരാൾ പോലും ഇത്തരത്തിൽ ആ കുട്ടികളെ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ, നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിൽ ഇരുത്തി പഠിപ്പിക്കില്ല. പക്ഷേ ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായത് മാധ്യമങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ, മാധ്യമങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ, മാധ്യമങ്ങൾക്ക് നേരെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് എന്ത് ന്യായമാണ് എന്ന് മനസ്സിലാവുന്നില്ല. പഞ്ചായത്ത് UDFന്റെ ഭരണത്തിലാണുള്ളത്. ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് പഞ്ചായത്ത് ചോദിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നേരത്തെ കേട്ടതാണ് വിഷ്ണു. മാധ്യമങ്ങൾ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങളുടെ ജോലി വളരെ വെടിപ്പായി ചെയ്യുന്നുണ്ട്. ഇവരുടെ ജോലി വെടിപ്പായി ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു തിരിച്ചു ചോദിക്കേണ്ടത്.
തീർച്ചയായും അത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. അതായത് നമ്മൾ നമ്മുടെ ജോലിയാണ് എടുക്കുന്നത്, അത് നിങ്ങൾ കൃത്യമായി ചെയ്യാത്തതിനാലാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. ഈ പഞ്ചായത്തിനെല്ലാം ഈ ഒരു വിവരമുണ്ട്. ഫിറ്റ്നസ് നൽകാതിരുന്നത് പഞ്ചായത്ത് തന്നെയാണ് ഈ ഫിറ്റ്നസ് നൽകാതിരുന്നത്. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ആ പരിസരത്തെല്ലാം ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു ന്യായം പറഞ്ഞിരുന്നത് ഇവിടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും അവിടെ കെട്ടിത്തിരിക്കുകയോ അല്ലെങ്കിൽ അവിടേക്ക് കുട്ടികളുടെ പ്രവേശനം നിഷേധിക്കുകയോ തരത്തിലുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. കുട്ടികൾക്കെല്ലാം അവിടെ ഓടി നടക്കാവുന്ന തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു കെട്ടിടം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുമെന്ന ഭയത്തെ തുടർന്ന് അപ്പറഞ്ഞത് നുണയാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ഇപ്പോഴൊരു പ്രതിഷേധവും പ്രതിരോധവും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. തീർച്ചയായും ഇത് ആ കെട്ടിടത്തിൽ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചത് ഗുരുതര പിശകാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്.